കുറേ ആലോചിച്ചതിന് ശേഷമാണ് സംസാരിക്കാമെന്ന് കരുതിയത്. പല വട്ടം ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു വിഷയം പറയേണ്ടതുണ്ടോ എന്ന്. ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചപ്പോൾ തോന്നി പറയുന്നതാണ് ഉചിതമെന്ന്. അതുകൊണ്ടാണ് പറയാമെന്ന് കരുതുന്നതും. വേറൊന്നുമല്ല സുഹൃത്തുക്കളെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതു മുതൽ ഓരോ ദിവസവും ഓരോ ഇരകൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഓരോ ഇരകളെയായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതൊക്കെ കണ്ട് മലയാള സിനിമയെപ്പറ്റി മാത്രമാണ് മലയാളികൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ, നമുക്ക് എന്തെല്ലാം വിഷയങ്ങളല്ലാതെയുണ്ട്, അവയെല്ലാം മറന്നുപോയിരിക്കുന്നു. ഇനിയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ സെക്ഷൽ അസാൾട്ടോ ഹരാസ്മെൻറ്റോ അല്ലാതെ വേറെ എന്തെല്ലാം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്? അവയെപ്പറ്റി ഒന്നും ആരും സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. നമ്മൾ മലയാളികൾ ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട മനുഷ്യരാണ്. നമുക്ക് ഏറ്റവും സെൻസേഷണലായിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ വേണ്ടത്. അതിലാണ് നമ്മൾ കയറി പിടിക്കാറ്. ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ വരും. കുറച്ച് ദിവസങ്ങൾ അവയുടെ ആഘോഷമാണ്. പിന്നെ അത് വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകും. ഷിരൂരെ മണ്ണിടിച്ചിലും അർജുനുമായിരുന്നു കുറേ ദിവസമെങ്കിൽ വയനാടുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു പിന്നീട് കുറേ ദിവസങ്ങളിൽ. ഇപ്പോൾ വയനാട് പരിപൂർണമായും വിസ്മൃതിയിലാഴ്ന്നിരിക്കുന്നു. വയനാട്ടിൽ അവശേഷിച്ച മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാൻ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകരെയും കാണുന്നില്ല. അവർക്ക് ഏതവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളതെന്ന് നമുക്ക് ആലോചനയില്ല. നമ്മൾ അന്വേഷിക്കുന്നില്ല. മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നുമില്ല. അവർക്കിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇരകളും വേട്ടക്കാരുമാണ് പ്രധാനം. ഇന്നലെ രഞ്ജിത്തിനെതിരെ പുതിയ ആരോപണവുമായി ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി കിടക്കുന്നത്. നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടെ നിയമ സംവിധാനങ്ങളും പോലീസും ഒക്കെയുണ്ട് പരാതിപ്പെടാനെന്നിരിക്കെ അവിടെ എങ്ങും പരാതിപ്പെടാതെ ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ ഇരകളും വേട്ടക്കാരുമൊക്കെ ആദ്യം വിശദീകരണവുമായി എത്തുന്നത്. ഇല്ലാത്ത പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കാനും ഉള്ള വിഷയങ്ങളെ തമസ്കരിക്കാനും പത്രക്കാർക്കുള്ളതുപോലെ അല്ലെങ്കിൽ ചാനലുകാർക്കുള്ളതുപോലെ ഒരു കഴിവ് ഇപ്പോൾ വേറെ ആർക്കുമില്ല. അവർ സ്വയം വിചാരിക്കുന്നത് തന്നെ അവരെന്തോ വലിയ സംഭവമാണെന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ പറ്റിയുള്ളതാണെങ്കിൽ പത്രസ്ഥാപനങ്ങളെയും അതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റിയുമൊക്കെ ഒരു റിപ്പോർട്ട് എടുത്താൽ ഇതിൻ്റെ 2 ഇരട്ടിയായിരിക്കും ഇരകൾ ഉണ്ടാവുക. റിപ്പോർട്ട് വന്ന് 4.5 വർഷത്തോളം അത് പൂഴ്ത്തിവെച്ച സർക്കാരിന് അതിന് മറുപടി പറയാൻ ബാധ്യതയില്ല എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർക്ക് അറിയേണ്ടത് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. മലയാള സിനിമയിൽ നടന്ന വിഷയങ്ങൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു കമ്മീഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കുമാണ് അതിന് മറുപടി പറയാനുള്ള ബാധ്യതയെന്നിരിക്കെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വായിലേക്ക് മൈക്ക് കുത്തിക്കയറ്റുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും കേസെടുക്കാൻ പോലും വൈകുന്നത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയല്ലാതെ എന്താണ്? ഒരിക്കൽ മാത്രം അബദ്ധം പറ്റി പോയവരല്ല ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ. എന്നിട്ടും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇന്നലെ വൈകുന്നേരവും രഞ്ജിത്തിനെ ന്യായീകരിക്കുന്നത് കേട്ടത്. ഇത്രയും ഗ്രേവായിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്ത ഒരാൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വിലസി നടക്കുകയാണ്. രഞ്ജിത്തിൻ്റെ അവസാനം ഇറങ്ങിയ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. എല്ലാവരും കണ്ടു കാണും. എന്നാലും ഇരിക്കട്ടെ, ലീല പോലെ ഒരു സിനിമ മലയാളത്തിന് സമർപ്പിച്ച വിശുദ്ധനായ സംവിധായകനല്ലേ. കഥ ഉണ്ണിയാറിൻ്റേതാണെങ്കിലും ഉണ്ണിയാറിൻ്റേത് തുല്യമായ മാനസിക വൈകൃതം രഞ്ജിത്തിനുമുണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും വേണ്ട. ആനയുടെ തുമ്പിക്കൈയിൽ കിടത്തി ഒരു സ്ത്രീയെ ഭോഗിക്കുന്നതരം മാനസികാവസ്ഥ മഹത്തായ കലയാണെന്ന് കണ്ടുപിടിച്ച എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും മനോനില മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അങ്ങനെ തന്നെ. ഇത്തരം അനുഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളിലേക്ക് അവർ പാഞ്ഞു പോകുന്നത് മഹത്തായ കലയെ സൃഷ്ടിക്കാനാണല്ലോ എന്നതാണ് ഒരാശ്വാസം. ഈ വീഡിയോ കൂടി അവസാനം ചേർക്കുന്നു.
2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡായിട്ട് കാണണം, നിൻ്റെ അപ്പം ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ. സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ്. സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും.